പ്രീമിയർ ലീഗിൽ ഇന്ന് രാത്രി ആവേശകരമായ പോരാട്ടങ്ങളാണ് ഫുട്ബോൾ ആരാധകർക്കായി കാത്തിരിക്കുന്നത്. 17ാം റൗണ്ട് മത്സരങ്ങളിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി അസ്റ്റൺ വില്ലയെ നേരിടും. വളരെ മോശം ഫോമിൽ പന്ത് തട്ടുന്ന സിറ്റിക്ക് വിജയം അനിവാര്യമാണ്. ലീഗിലെ അവസാന 7 കളികളിൽ ഒരു മത്സരം മാത്രമാണ് സിറ്റിക്ക് വിജയിക്കാനായത്. 5 തോറ്റു. കഴിഞ്ഞ ആഴ്ചയിൽ മാഞ്ചസ്റ്റർ ഡെർബിയിലേറ്റ തോൽവി ഭാരവുമായി കളത്തിലെത്തുമ്പോൾ പരിക്ക് സിറ്റിക്ക് മറ്റൊരാഘാതം നൽകുന്നു. പ്രതിരോധത്തിൽ അക്കാഞ്ചി, ആക്കെ എന്നീ താരങ്ങൾ പരിക്കിന്റെ പിടിയിലായിരിക്കെ കഴിഞ്ഞ ദിവസം റൂബൻ ഡിയാസും പരിക്കേറ്റ് പുറത്തായത് സിറ്റിക്ക് കനത്ത തിരിച്ചടിയാണ്. ഇതുകൊണ്ട് തന്നെ വാറ്റ്കിൻസ്, ബെയ്ലി തുടങ്ങിയ അറ്റാക്കിംഗ് താരങ്ങളുള്ള അസ്റ്റൺ വില്ല സിറ്റിക്ക് കനത്ത വെല്ലുവിളി നൽകും. അതേസമയം സ്ഥിരതയില്ലാതെയാണ് വില്ല ഈ സീസണിൽ മുന്നേറുന്നത്. സീസൺ നന്നായി തുടങ്ങിയെങ്കിലും അടുത്തിടെ പ്രധാന മത്സരങ്ങൾ വില്ല തോറ്റു. കഴിഞ്ഞ ആഴ്ച നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് തോറ്റ ക്ഷീണത്തിലാണ് അസ്റ്റൺ വില്ല കളത്തിലെത്തുക. വില്ലയുടെ മൈതാനത്ത് വൈകിട്ട് 6 മണിക്കാണ് മത്സരം. പോയിന്റ് ടേബിളിൽ 27 പോയിന്റുമായി സിറ്റി 5ാം സ്ഥാനത്തും 25 പോയിന്റുമായി വില്ല 7ാം സ്ഥാനത്തുമാണ്. ഇന്ന് രാത്രി 8:30 ആരംഭിക്കുന്ന മത്സരങ്ങളിൽ വെസ്റ്റ് ഹാം ബ്രൈറ്റനെയും, ഇപ്സ്വിച്ച് ടൗൺ ന്യൂകാസിലിനെയും, ബ്രെന്റ്ഫോർഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയും നേരിടും. ഇന്ന് രാത്രി 11 നടക്കുന്ന മത്സരത്തിൽ ആഴ്സണൽ ക്രിസ്റ്റൽ പാലസിനെ നേരിടും. കഴിഞ്ഞ ദിവസം നടന്ന EFL കപ്പ് ക്വാർട്ടറിൽ ക്രിസ്റ്റൽ പാലസിനെ ആഴ്സണൽ 2-നെതിരെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു. പ്രീമിയർ ലീഗിൽ തുടരെ 2 സമനിലകളുമായാണ് ആഴ്സണൽ കളത്തിലെത്തുന്നത്. അതേസമയം ലീഗിൽ ക്രിസ്റ്റൽ പാലസ് കഴിഞ്ഞ 5 മത്സരങ്ങളിലായി തോൽവി അറിഞ്ഞിട്ടില്ല. ക്രിസ്റ്റൽ പാലസിന്റെ മൈതാനത്താണ് മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.